ഹലോ. ഇന്നത്തെ ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞതാ ഞാൻ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനെന്തിനാ ഈ ചുള്ളിക്കമ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പറയാം. ദാ നോക്കിക്കേ, ഒരു കാക്കയെ കണ്ടോ? ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്നപ്പോൾ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാക്ക ഇങ്ങനെ ആ മുറ്റത്തൊക്കെ ചുറ്റിപ്പറ്റി ഓരോ ചെടികളുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ കമ്പുകൾ കുത്തിയൊടിക്കുകയാണ്. ഭയങ്കര ഈ ചെടിയുടെ പച്ച കമ്പുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ആശാൻ കുത്തിയൊടിച്ച് പറന്നു പോകുന്നത് കണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ കൂട് കൂട്ടുകയാണേ. അപ്പം ആ കൂട് കൂട്ടുന്നിടത്ത് ഒരാളുണ്ട്. അപ്പം ഇയാൾ കമ്പുകൾ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മറ്റേ ആളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഞാൻ കരുതി എന്നാൽ ഇയാൾക്കൊരു സഹായം ആയിക്കോട്ടെ, കുറച്ച് കമ്പുകൾ എടുത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ഉണക്ക കമ്പുകളെടുത്ത് ഇട്ടിട്ട് ആളിനെ വിളിച്ചതാണ് കേട്ടോ. നല്ല അനുസരണയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. വിളിച്ചപ്പോഴേ ഓടി വന്നു. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്ത കമ്പുകളൊന്നും ആൾക്ക് പിടിച്ചില്ലയോ അതോ ഇനി വെയിറ്റ് കൂടുതലാണോ എന്താണ് കാരണമെന്നറിയത്തില്ല. പുള്ളി എടുത്തിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പറന്നുപോയി. കുറേ നേരമൊക്കെ ഇരുന്ന് എനിക്കും ബോറടിച്ച്. പിന്നെ കുറേ നേരമായിട്ടും ആളിനെ കാണുന്നില്ല. ദൂരേക്ക് പറന്നു. എനിക്കൊന്ന് ദൂരെ എവിടെയെങ്കിലും പോയി കമ്പുകൾ ശേഖരിക്കാൻ പോയതാകാം. പിന്നെ ഒടിച്ച കമ്പുകളൊക്കെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിന്നി ചിതറിയിട്ടിട്ട് ഞാൻ കയറിപ്പോരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മുറ്റത്തെല്ലാം ദാ കുറേ കിളികൾ എപ്പോഴും ഇങ്ങനെ കലവിലാ ശബ്ദം ഉണ്ടാക്കി ചിലച്ചുകൊണ്ട് നടക്കുന്ന കിളികളില്ലേ, അവർ. അപ്പോൾ കരുതി എന്നാൽ അവർക്കൊരു ഇത്തിരി ചോറിട്ട് കൊടുക്കാം എന്ന് കരുതി കുറച്ച് ചോറെടുത്ത് മുറ്റത്തൊക്കെ ചിന്നി ചിതറി ഇട്ട് കൊടുത്തു. അങ്ങനെ അവർ ആ ചോറൊക്കെ ഇങ്ങനെ കുത്തിപ്പെറുക്കി തിന്നുന്നത് കുറേ നേരം നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചോറ് കുറച്ച് വാരി ഞാൻ പുറത്തേക്ക് ഇട്ടപ്പോൾ അകത്ത് സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ കയറി വന്നിരുന്ന് കുറേ പേര് ചിലയ്ക്കുന്നുണ്ട്. കുറേ പേര് ചോറെല്ലാം കുത്തി തിന്നിട്ട് അവരും അവരുടെ വഴിക്ക് പോയി. അങ്ങനെ നോക്കിയിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ താരവും എത്തിയിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ചോറൊക്കെ തിന്നിട്ട് ആശാനും പറന്നുപോയി. കുറേ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ദാ ആൾ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ ചെടിയിൽ നിന്ന് വീണ്ടും 2-3 കമ്പുകൾ, കുറച്ച് ശിഖരങ്ങളൊക്കെ വരുന്ന തരത്തിലുള്ള ചെറിയ കമ്പ് ഒടിച്ചിട്ട് ആളിനെ വിളിച്ചു. അപ്പോൾ ദാ വീടിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുകയാണ്. വിളിച്ചപ്പോൾ കറക്റ്റായിട്ട് ആളിനെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. താഴേക്ക് ഇതാ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ വിളിക്കുന്നതിനനുസരിച്ച്. പക്ഷേ എൻ്റെ അടുത്തോട്ട് വന്നില്ല. ഇനി ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ടാവും അടുത്തേക്ക് വരാഞ്ഞത്. എന്നാൽ എപ്പോഴെങ്കിലും എടുത്തിട്ട് പോകട്ടെ എന്ന് കരുതി ആ കമ്പ് ഞാൻ അവിടെ തന്നെ ഇട്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഇതാ അവിടെ വേറെ ഒരാളിരിക്കുന്നു. ഇത് നമുക്ക് പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഉള്ളൊരു കൂട്ടുകാരിയാണേ. കൂട്ടുകാരിയോ കൂട്ടുകാരനോ അറിയില്ല. ഇവരുടെ കൂടെ 2-3 പേരുണ്ട്. അതെപ്പോഴും അടുക്കളയിൽ തേങ്ങ ചുരുങ്ങുന്ന സൗണ്ട് കേട്ടാലും എവിടെയാണെങ്കിലും ആൾ ഓടിപ്പാഞ്ഞെത്തും. അതുകൊണ്ട് എപ്പോഴും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെ ഒരു ഇത്തിരി തേങ്ങ തിരുമ്മിയത് അവിടെ വെച്ചേക്കും. എപ്പോഴും 2-3 ഇപ്പോൾ ഒരാളിനെ കാണുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ വണ്ടിയുടെ മുകളിൽ ഇതാ ഒരു കുഞ്ഞു കിളി ഇരിക്കുന്നു. തീരെ ചെറിയ കിളിയാണേ. പറക്കാറൊന്നും ആയിട്ടില്ല. എനിക്ക് ഇതിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തൊടാൻ ആദ്യം ഒരു ചെറിയ പേടിയാണ്. അങ്ങനെ അതിനെ തീരെ കുഞ്ഞു കിളിയാണേ. കുറച്ച് മുമ്പ് ഞാൻ ചോറ് കൊടുത്ത കിളിയുടെ കുഞ്ഞു കിളിയാന്ന് തോന്നുന്നു ഇതിനെ കണ്ടിട്ട്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാനതിനെ കയ്യിലെടുത്തു. കാക്ക കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മ കിളിയുടെ കൂടെ പോവായിരിക്കും. മാറ്റി വെച്ചു. തലോടുകയൊക്കെ ചെയ്തപ്പോൾ പാവം പേടിച്ചിട്ടാണോ എന്നറിയില്ല പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം മുഴുവനും കാക്കയുടെയും കിളിയുടെയും കൂടായിരുന്നു എൻ്റെ ഇന്നത്തെ വൈകുന്നേരം. അങ്ങനെ അടിപൊളിയായിരുന്നു.